ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും ആണവ നിലയങ്ങളും ലക്ഷ്യം വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെറുമൊരു മുന്നറിയിപ്പിലുപരി ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് പെന്റഗൺ ആസൂത്രണം ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് അത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിതരണത്തിന് തടസ്സം നേരിട്ടാൽ പെട്രോൾ, ഡീസൽ വിലയിൽ റെക്കോർഡ് വർധനവ് ഉണ്ടാകുമെന്ന് ആശങ്ക ശക്തമാണ്. അതേസമയം ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കിയതായും ഏതു തരത്തിലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി നേരിടുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. പല വിദേശ വിമാന കമ്പനികളും ഇറാന്റെ ആകാശ പരിധി ഒഴിവാക്കിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാന ചർച്ചകൾക്ക് റഷ്യയും ചൈനയും ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ കടുത്ത നിലപാടുകൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതികൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും യുദ്ധ സാഹചര്യത്തിന് ഇതുവരെ അയവ് വന്നിട്ടില്ല. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സർക്കാർ ആഹ്വാനം ചെയ്തതിനനുസരിച്ച് പതിനായിരക്കണക്കിന് യുവാക്കളാണ് പവർ പ്ലാന്റുകൾക്ക് ചുറ്റും മനുഷ്യകവചം തീർക്കാനായി അണിനിരന്നിരിക്കുന്നത്. വ്യോമാക്രമണം ഉണ്ടായാൽ സ്വന്തം ജീവൻ നൽകിയും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ഇവരുടെ നിലപാട്. നിലവിൽ ഇറാനിലെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതായും ഇസ്രായേൽ സൈന്യം ചില റെയിൽവേ പാലങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ എംബസി ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂർ വീടിന് പുറത്തിറങ്ങരുതെന്നും ബഹുനില കെട്ടിടങ്ങളുടെ മുകൾ നിലകളിൽ താമസിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ സൈനിക കേന്ദ്രങ്ങൾക്കും പവർ ഗ്രിഡുകൾക്കും അടുത്തു നിന്ന് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളായ കുവൈത്തും സൗദി അറേബ്യയും തങ്ങളുടെ പൗരന്മാരോട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇറാനിലുള്ള മലയാളികൾക്കടക്കമുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം വഴി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അധികം വൈകാതെ തന്നെ കൂടുതൽ കപ്പലുകൾ മേഖലയിലേക്ക് അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നത് സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.